21 റൗണ്ട് വരെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാകുന്നത്. ഇതിപ്പോൾ 2 റൗണ്ടോട് കൂടി 23 റൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും 3 വട്ടം 3 ചെയിൻ ഇടുക. അതിനുശേഷം വീണ്ടും യാണോവർ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിടുക. വലിക്കുക, യാണോവർ അതിനൊഴിച്ച് കളയുക, യാണോവർ 2 എണ്ണം കളയുക, യാണോവർ 2 എണ്ണം കളയുക. വീണ്ടും യാണോവർ ചെയിനിൻ്റെ ഉള്ളിലേക്ക് കൊട്ടി യാണോവർ ചെയ്യുക, യാണോവർ 1 എണ്ണം കളയുക, യാണോവർ 2 എണ്ണം കളയുക, യാണോവർ 2 എണ്ണം കളയുക. വീണ്ടും യാണോവർ 1 എണ്ണം കളയുക, യാണോവർ 2 എണ്ണം കളയുക, 2 എണ്ണം കളയുക. ഇങ്ങനെ ഈ റൗണ്ട് മൊത്തം ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഫുൾ ഡബിൾ ക്രോഷ്യ നമ്മൾ 10 എണ്ണം ചെയ്തു കേട്ടോ. 1 2 3 4 5 6 7 8 9 10 എണ്ണം ചെയ്തു. സ്ലിപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തു, നൂല് സെക്യൂർ ചെയ്ത് വെച്ചു കേട്ടോ. നെക്സ്റ്റ് കളർ ആഡ് ചെയ്തിട്ട് 3 ചെയിൻ ഇടുക. ഇനി 3 സെയിം ആ ചെയിൻ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി ഒരു ചെയിൻ സ്റ്റിപ്പ്, നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിൻ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ്, നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ 10 റൗണ്ട് ചെയ്യാട്ടോ. ഞാനിപ്പോൾ 40 റൗണ്ടാണ് ചെയ്തേക്കുന്നത്. ഇതിനി നമുക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം ഇത് കറക്റ്റായി വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വളവും തിരിവൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യണത് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചു തരാം. ആദ്യം ഹുക്ക് ഇടണു, സ്ലിപ്പ് നോട്ട് ഇട്ടു കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യണത്. ഇതിങ്ങനെ നമ്മൾ നേരെ വെച്ചു. നമുക്ക് ആദ്യം ഇതിന് മുന്നേ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് കറക്റ്റ് ആക്കാട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തുനിന്ന് ചെറുതായിട്ട് എൻ്റെ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്താണ് സ്റ്റിച്ച് മാർക്കർ വെച്ചേക്കണത്. അപ്പോൾ ഈ ജോയിൻ്റ് കൂടിയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത് കേട്ടോ. അതേപോലെ ഇവിടെ കണ്ടില്ലേ, ആദ്യത്തെ ഭാഗവും പിന്നെ അത് ലാസ്റ്റും സെൻറ്ററിൽ കണ്ടില്ലേ ഇത്രത്തോളം പോയിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യത്തെ ഒരു ഭാഗത്തു നിന്നാണ് കാണിക്കണേ. നമ്മൾ ആദ്യം നോട്ട് ഇട്ട് വെച്ചിട്ടില്ലേ, ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹുക്ക് ഇടുക. 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഹുക്ക് ഇടുന്നത്. അതിന് ശേഷം ഈ നോട്ട് ഇട്ടത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ആക്കണ മാതിരി ആക്കണം. അതിന് ശേഷം നൂല് സാധാ മാതിരി പിടിച്ചിട്ട് മെല്ലെ ഹുക്കൊന്ന് വലിക്കുക തിരിച്ച്. ചെറിയൊരു ടൈറ്റ് പോലെയൊക്കെ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഇട്ട നോട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു. അതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ചെയിൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെയിൻ ഇട്ടു. ഇപ്പോൾ ഇവിടെ ഓക്കെ ആയി. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ്യയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഇതൊന്ന് ടേൺ ചെയ്ത് പിടിക്കുക. എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. ഒന്ന് ജസ്റ്റ് മടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ പോയിൻ്റ് വരെ സിംഗിൾ ക്രോഷ്യ കേട്ടോ. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ ആദ്യം ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഇവിടെ കണ്ടില്ല മടങ്ങൂട്ടാ. ഇതേ കണ്ടില്ലേ, ഈ ഒരു ഭാഗം മേലെയാണ് നൂല്. യാൺ ഓവർ ചെയ്തിട്ട് ഒരു നൂല് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, 2 നൂല് വലിക്കുക. കണ്ടില്ലേ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഇവിടെ ഒന്ന് 2-3 വട്ടം ഇതൊന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ രീതിയിലുള്ളതൊന്ന് കണ്ടില്ലേ, യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചു.
വേണ്ട ആദ്യത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് ജോയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓരോ ഭാഗത്തുനിന്ന് എവിടെ നിന്നാണ് ചെയ്യണമെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂട്ടാ. ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അഴിഞ്ഞു പോരാൻ പാടില്ലല്ലോ. അത് കറക്റ്റ് എല്ലാതും ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ഇത് കയറി ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തുന്നാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് വരിക കേട്ടോ. എൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഡാർക്ക് പച്ചയായ കാരനാണ് കാണാത്തത്. ഇപ്പോൾ ബാക്കിൽ കാണാൽ തുന്നണത് ഇങ്ങനെ വെച്ചിട്ട് ബാക്കി വന്നത് അങ്ങനെ തന്നെ നിന്നോട്ടെ. നെക്സ്റ്റ് ഇതാ ഇവിടെയാണ് ചെയ്തേക്കുന്നത്. വീണ്ടും ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഇതാ ആദ്യം ഒരെണ്ണം കളയുക, പിന്നെ രണ്ടെണ്ണം കളയുക. വീണ്ടും നെക്സ്റ്റ് അടുത്ത് കൊണ്ടുപോയിട്ട് ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, രണ്ടെണ്ണം കളയുക. ഇങ്ങനെ ഇത് ഫുള്ള് വരെ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, എനിക്ക് ഈ പച്ച ഭാഗം ഇവിടെ ആയ കാരണം ഞാനിങ്ങനെ പിടിച്ച് ജസ്റ്റ് നോക്കിയിട്ടാണ് ബാക്കിൽ കേൾക്കണം. അപ്പോൾ ഓരോരുത്തരുടെ കളറിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ടാ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതേമാതിരി സിംഗിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. സിംഗിൾ ക്രോഷ്യക്ക് ആദ്യം യാൺ ഓവറല്ല, കണ്ട നോക്കിയിടുക. കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വളഞ്ഞും തിരിഞ്ഞിട്ട് ഇരിക്കും കേട്ടോ. യാൺ ഓവർ ചെയ്യുക, പിന്നെ യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണം കളർ. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഞാനിത് കാണിക്കുന്നില്ല, ഇപ്പം മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ആ കറക്റ്റ് ആ മാർക്കിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. കണ്ടില്ലേ, ഇതേനി യാൺ ഓവർ ചെയ്യുക, ഒരെണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക, രണ്ടെണ്ണം കളയുക. ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം മടങ്ങി പൊക്കോളും. എക്സസ് ആയിട്ട് വന്നുള്ള എമൗണ്ട് ആ ഒരു തുണി മടങ്ങി പൊക്കോളൂ കേട്ടോ. ഇത് ഞാൻ ഈ ബാക്കി കൂടിയും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഒരു റൗണ്ട് തുന്നി കഴിഞ്ഞു. ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് പുറത്തേക്ക് വലിച്ചെടുത്തു. പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഇപ്പോൾ നീഡിൽ വയ്ക്കുക. ഇതാ ഇനി ഇത് ബാക്കിയുള്ള നൂല് ഇതാ നീഡിലിൻ്റെ ഉള്ളിൽ കോർക്കണു. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട. ഇപ്പോൾ നമ്മൾ തുന്നിയതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് രണ്ട് റൗണ്ട് ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. ഇതാ കണ്ടില്ലേ, ഇതാ വലിച്ചു, ഇവിടെ സെക്യൂറായി. ഈ ബാക്കിയുള്ള നൂല് വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടി ജസ്റ്റ് ഒന്ന് ഹുക്ക് ഇട്ടിട്ട് വലിക്കുക. ഇതാ ബാക്കി വന്നത് ഞാനിതാ കട്ട് ചെയ്ത് കളയുന്നു. ഈ ഒരു ഭാഗം നമ്മളുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒതുക്കിയതിന് ശേഷം ഇതേപോലെ ഇവിടെയും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. സിംഗിൾ ക്രോഷ്യ ഇപ്പം ഞാൻ അവിടെ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചതിൽ സ്ലിപ്പ് നോട്ട് രണ്ട് ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇതാ ഈ നോട്ട് ഇട്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും വലിച്ചെടുക്കാം. ആദ്യം ഒരു ചെയിൻ ഇടുക, ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ടു. ഇനി നമ്മൾ വീണ്ടും ആദ്യം ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. രണ്ട് വള്ളിയുടെ ഉള്ളിൽ കൂടെ ഇപ്പോൾ രണ്ട് ഭാഗത്തുകൂടിയാണ് കേട്ടോ നമ്മൾ വലിക്കുന്നത്. ടേൺ ചെയ്തിട്ടായിട്ട് ഞാൻ ഇതാ നമ്മൾ ആദ്യം ഒന്ന് നോട്ടിട്ടു. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ മെല്ലെ വലിച്ചെടുക്കുക. ഇതിൽ യാൺ ഓവർ ചെയ്യുക, ഒരെണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക, രണ്ടെണ്ണം കളയുക. വീണ്ടും
നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക്, യാൺ ഓവർ ചെയ്ത് വലിക്കുക, യാൺ ഓവർ ചെയ്യുക, ഒരെണ്ണം കളയുക, യാൺ ഓവർ ചെയ്യുക, രണ്ടെണ്ണം കളയുക. കാണാല്ലേ? ശരിക്കും കറക്റ്റ് ഇങ്ങനെ ചെയ്യേണ്ടത്. നമുക്ക് ചില ഭാഗത്ത് വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായ കാരണമാണ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് ചെയ്യണത് കേട്ടോ. കാണാനില്ലേ? ചെയിനിൻ്റെ ഉള്ളിൽ ഇതാ 2 തുളയുടെ ഉള്ളിൽ കൂടെ കണ്ടില്ലേ ഉക്കിട്ട് തിരിച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്ത് ഒരെണ്ണം കളയുക, യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണം കളയുക. അതേപോലെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ ഒരു ഭാഗം കൂടി ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഇതൊന്ന് ജസ്റ്റ് ഈ തുന്നി വെച്ചുള്ള ഈ നൂലിൻ്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ, ഒരു 2-3 നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇതാക്കി ജസ്റ്റ് വലിച്ചെടുക്കണു. കണ്ടില്ലേ? ഇത് ജസ്റ്റ് സെക്യൂർ ആയിട്ടിരിക്കണു. കണ്ടില്ലേ? ഒരു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇതാ ബാക്കിയുള്ള ഈ കുഞ്ഞിയ നൂല് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണു. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഇവിടെ എക്സസ് നൂലുകളൊക്കെ ജസ്റ്റ് കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് ജസ്റ്റ് മറിച്ചിടാട്ടാ. മറിച്ചിട്ടിട്ട് കാണിക്കാവേ. കണ്ടില്ലേ? ഇതിപ്പോൾ മറിച്ചിട്ടിട്ട് ഇത്രയായിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ അങ്ങനെ തിരിച്ച് പിടിച്ച് കാണിക്കാം. കണ്ടില്ലേ? ഇനി ഇതിനെ ഈ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ 2 വള്ളിയായിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടും വെക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിട്ട് ഒരൊറ്റ വള്ളിയായിട്ടും വെക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതിനെ ഒറ്റ വള്ളിയായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനുള്ള വള്ളി തയ്യാറാക്കാനായിട്ട് ഞാനിതാ സ്ലിപ്പ് നോട്ട് ഇട്ട് വേറെ നൂലാണ് എടുത്തേക്കുന്നത്. സെയിം ആ കളർ നൂല് തന്നെ ഞാൻ 2 കളർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിനെ ഒരു 100 ചെയിനാണ് ഞാൻ ഇടുന്നത്. നല്ല ലെങ്ത്തുള്ള വള്ളി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒരു 80 എണ്ണം ഇട്ടിട്ട് നോക്കി നോക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ നോക്കുന്നത്. ഞാൻ ആദ്യം 80 എണ്ണം ഇട്ടിട്ട് വരാം. കണ്ടില്ലേ? ഈ ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കാരണം എനിക്ക് 130 ചെയിനാണ് ഇടേണ്ടി വന്നേക്കുന്നത്. കണ്ടില്ലേ? ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് വെച്ച് നോക്കുക. ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ഇതാ ഈ ഒരു ഹുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുമാണ് ഞാൻ ഇത് വെക്കുന്നത്. ഒരു വള്ളി മാത്രമാണ് ഞാൻ വെക്കണുള്ളൂ. 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ലെങ്ത്ത് വേണ്ടി വരില്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വള്ളി പോലെയാണ് വേണ്ടി വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു വള്ളിക്ക് വേണ്ടിയിട്ട് 130 ചെയിനാണ് ഇട്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 3 ചെയിന് എക്സ്ട്രാ ഇടണം കേട്ടോ. ഇപ്പോൾ ഞാൻ 130 ചെയിനിൻ്റെ കൂടെ ഒരു 3 ചെയിന് എക്സ്ട്രാ ആഡ് ചെയ്തു. ഈ 3 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്യണത് നമുക്ക് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാനുള്ളതാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. ഈ 130 ചെയിനിൽ 3 ചെയിൻ ഇപ്പോൾ ആഡ് ചെയ്തില്ലേ, അവിടെ നിന്ന് 3ാമത്തെ ചെയിനിൽ ബാക്കോട്ട് ആദ്യം യാൺ ഓവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. യാൺ ഓവർ 1 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക, യാൺ ഓവർ 2 നൂല് കളയുക. ഇതേപോലെ ഈ 130 ചെയിനിലും ചെയ്യണം കേട്ടോ. കണ്ടില്ലേ? യാൺ ഓവർ ആദ്യം നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ 1 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. വീണ്ടും യാൺ ഓവർ നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക്, നമ്മൾ ഡബിൾ ക്രോഷ്യ പഠിക്കുമ്പോൾ ചെയ്തേർന്നില്ലേ, അതേപോലെ 130 ചെയിനിൻ്റെ ഉള്ളിലും ചെയ്യാം കേട്ടോ. ഞാൻ എന്നിട്ട് കാണിക്കാം കേട്ടോ ബാക്കി.
കണ്ടില്ലേ? അങ്ങനെ എല്ലാ ചെയിനിലും ചെയ്യുക, എന്നിട്ട് കാണിക്കാം. ഇതാ 130 ചെയിനിലും ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇതാ ചെയിൻ സ്റ്റിച്ച് കട്ട് ചെയ്ത് പുറത്തേക്ക് വലിച്ചു. ഇനി വേറെ നൂലിരിക്കുകയാണ്. ഇതാ നെക്സ്റ്റ് ഇപ്പോൾ ചെയ്തതിൻ്റെ മേലെ കൂടെ ഹുക്ക് ഇടുക. നെക്സ്റ്റ് നൂല് ജോയിൻ ചെയ്യുക, മെല്ലെ വലിക്കുക. ഒരു ചെയിൻ ഇടുക, 1 2 3 ചെയിൻ ഇട്ടു. ടേൺ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ തന്നെ വീണ്ടും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈ 130 ചെയിനിൽ ചെയ്യാട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് ഇതാ കണ്ടില്ലേ? അപ്പോൾ വള്ളി തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യണം കേട്ടോ. അതിനെ ആദ്യം ഇതാ ഈ ഒരു ഭാഗത്ത് ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ ഇതിൻ്റെ ഉള്ളിലും വയ്ക്കുക. ഇവിടെ നിന്ന് ഇനി തുന്നിയാണ് കേട്ടോ വേണ്ടത്. നമുക്കത് തുന്നാൻ വേണ്ടിയിട്ട് നീഡിലെടുക്കട്ടെ. 2 ഇതാ നൂല് തപ്പ നീഡിലിൻ്റെ മുകളിൽ ചുറ്റി ഇത് 2 ഇഴയായിട്ടാണ് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഇവിടെ പിടിച്ച് തിരിപ്പിച്ചൊന്ന് നോട്ട് ഇട്ടേക്കുക. കണ്ടില്ലേ? ഒന്ന് ടൈറ്റാക്കി വയ്ക്കുക. ഇനി അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. കണ്ടില്ലേ? കുറച്ച് ഉള്ളിൽ കറക്കി വെച്ചിട്ട് ജസ്റ്റ് തുന്നുക. ആടിയിൽ കൂടെ ഹൂക്കിൻ്റെ ഉള്ളിൽ ഇതാ കണ്ടില്ലേ? ഇവിടെ ചുറ്റോറും ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് തുന്നിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ? ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് കണ്ടില്ലേ? ഈ നൂലിൻ്റെ ഒരിഴ എടുക്കുക. നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ഒരിഴയുടെ ഉള്ളിൽ കൂടെ ചെയിൻ ഇടുന്നു. ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഇതാ ജസ്റ്റ് ഇങ്ങനെ തുന്നിയാലും ഇതേ എല്ലായിടും നമ്മളിങ്ങനെ തുന്നിയുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സൈഡ് കൂടി ആക്കാണ്ട്
ഇതാ ഈ ചെയിനിൻ്റെ മേലെ കൂടെ കണ്ടില്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൈഡിലും തുന്നിയുണ്ട്. ഇനി ജസ്റ്റ് കട്ട് ചെയ്യുക. ഈ 2 നൂല് തമ്മിൽ കെട്ടിടുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇത് കട്ട് ചെയ്ത് കളയുക. ഇനി അതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യേണ്ടത് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ഈ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ട് തുന്നാട്ടാ. അതിന് ഞാൻ നൂലെടുക്കട്ടെ. ഈ ഒരു ഭാഗത്ത് ഇതായിട്ട് അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഇതാ ആദ്യം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4-5 വട്ടം തുന്നുക. ഇതാ ഒരു 5-6 വട്ടം തുന്നി ഇതാണ്ട. കണ്ട ഓരോ നൂലിൻ്റെ ഇഴയിൽ കൊണ്ടുപോവുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിന്ന് തുന്നിയെടുത്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോരില്ല. കണ്ടില്ലേ, ബാക്കിയുള്ളത് കട്ട് ചെയ്യുന്നു. ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ബാഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഡിസൈനിന് വേണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലവറിൻ്റെ വെച്ചിട്ട് തൂക്കിയിടുകയൊക്കെ ചെയ്യാം. കണ്ടില്ലേ.